ആ പുണ്യഭൂമിയിൽ അടക്കുമെന്ന് കുറിച്ചിരുന്നപ്പോ ആ സൗഭാഗ്യം പോലും നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇനി എന്ത് ചെയ്യുമല്ല? അള്ളാഹുവിന്റെ വിലായത്തിന്റെ പദവിയുള്ളവരെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന മിസ്രിന്റെ ജനങ്ങൾ മുഴുവനും കരയുകയാ. കാരണം അവർക്കറിയാം ആരാണ് ഈ കിടക്കുന്നത്, ആരാണ് ഈ കിടക്കുന്നത്. കക്കിളിപ്പുറത്തിന്റെ മണ്ണിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട വലിയ ഉച്ചത്ത മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയുന്ന പോലെ അവിടെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന മഹാന്റെ പൊരുത്തവും ബറക്കത്തിന്റെ വലിപ്പമറിയാ. അതിന്റെ പരിസരത്തുള്ളവർക്ക് ചിലപ്പോ കിടന്നെന്ന് വരില്ല. വരവൂര് മണ്ണിൽ അന്തിയുറങ്ങുന്ന വരവൂര് ഉസ്താദിന്റെ ബറക്കത്ത് അവിടെയുള്ളവർക്ക് അറിഞ്ഞെന്ന് വരില്ല. കീച്ചേരി ഉസ്താദിന്റെ പള്ളിയിൽ പോയി ആ ഖബർ സിയാറത്ത് ചെയ്ത് വരുമ്പോ അതിന്റെ മുമ്പിലുള്ള കച്ചവടക്കാർക്ക് അല്ലെങ്കിൽ ആ പള്ളിയിൽ വന്നു പോകുന്നവർക്ക് അവിടെ കിടക്കുന്ന മഹാനുഭാവന്റെ വലിപ്പം ചിലപ്പോ അറിയണമെന്നില്ല. ഈ ചിത്തുകാരം നടങ്കം പറയുകയാണ്, ഒരുപാട് പ്രവാചകന്മാര് വന്നുപോയ മണ്ണ, ഒരുപാട് ചരിത്രം പറഞ്ഞു തരാനുള്ള മണ്ണ. പക്ഷേ ഈ മഹദിയെ ഞങ്ങൾക്ക് വേണമെന്ന് വാശി പിടിക്കുകയാണ്. മഅദനി ഉസ്താദ്, ബഹുമാനപ്പെട്ട മഅദനി ഉസ്താദ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം ഒരു യാത്ര പോയല്ലോ. ആ യാത്രയില് ബഹുമാനപ്പെട്ടവര് പറഞ്ഞതല്ലേ, എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല സൗഭാഗ്യമാണ് ഈജിപ്ത് കാണുക എന്നത്. മിസ്റിന്റെ തീരത്തിലൂടെ 1.5 കാലുകൊണ്ട് യാത്ര ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു കൊടുത്തില്ലേ, ഭാഗ്യം അല്ലാഹു കൊടുത്തില്ലേ. എന്റെ മുമ്പിൽ വന്നിരിക്കുന്നവരെ പോണം ചെറുപ്പക്കാരാ, പോണം ചെറുപ്പക്കാരാ. ആ മിസ്രം എന്ന് പറയുന്ന മാണിക്യമുത്തിന് മദീനയിൽ അടക്കുമെന്ന് ഇസ്ഹാഖിൽ മുഅ്തമിർ റളിയല്ലാഹു അൻഹു തീരുമാനിക്കുകയാ. മിസ്രിലെ ജനങ്ങൾ ഒന്നടങ്കം പൊട്ടിക്കരഞ്ഞു. അവരെല്ലാവരും വന്നിട്ട് ഇസ്ഹാഖിൽ മുഅ്തമിനോട് പറഞ്ഞു, എന്നാ നിങ്ങൾ മയ്യത്ത് കൊണ്ടുവയ്ക്കോ, വിട്ടുതരാൻ ഞങ്ങൾക്ക് മനസ്സില്ല, പക്ഷേ മൽപിടുത്തത്തിന് ഞങ്ങളില്ല, കൊണ്ടുവയ്ക്കോ, പക്ഷേ ഒരു നിബന്ധന, മദീനയിലേക്ക് മയ്യത്ത് കൊണ്ടുപോകുന്നതിന്റെ ചിലവ് ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഞങ്ങളുടെ കാശ് മിസ്റിന്റെ മാണിക്യമുത്തിനെ മിസ്റിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ അതിന് ചിലവിനുള്ള കാശ് ഞങ്ങളുടേതാണ്. ഇസ്ഹാഖുൽ മുഅ്തമിൻ പറഞ്ഞു, പറ്റില്ല, ഒരു നാണയത്തൊട്ട് പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങൂല്ല. മദീനയുടെ രാജാവിന്റെ അടുത്ത് പോയി കരഞ്ഞിട്ടാണ് നഫീസയെ ഞാൻ വാങ്ങിയത്. ആദ്യം ആ ബഹുമാനപ്പെട്ടവരുടെ പിതാവ് വിവാഹത്തിന് സമ്മതിക്കാത്തത് കൊണ്ട് റസൂലുള്ളാഹിയുടെ അടുത്ത് പോയി പൊട്ടിക്കരഞ്ഞ് ചോദിച്ചു വാങ്ങിയതാ നഫീസായെ. അതുകൊണ്ട് പൂർണ്ണമായും എനിക്ക് വേണം, പൂർണ്ണമായും എനിക്ക് വേണം. എന്റെ നഫീസ ബീവിയെ എന്റെ ചിലവില് ഞാൻ തന്നെ കൊണ്ടുപോയി അടക്കുമെന്ന് പറയുകയാ. എന്നിട്ടതാ ഒരു രാത്രി കഴിഞ്ഞിട്ടാണ് നഫീസയെ ഖബറടക്കുന്നത്. രാത്രി സമയത്താണ് മരണപ്പെട്ടത്. അതുകൊണ്ട് നേരം പുലർന്നിട്ടടക്കാമെന്ന് തീരുമാനിച്ചതാ. നഫീസ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മയ്യത്തിന്റെ അരികിലിരുന്ന് ഉറങ്ങിപ്പോവുകയാ. ഉറങ്ങുന്ന ഇസ്ഹാഖ് സ്വപ്നം കാണുന്നതാരയാ? ജീവിതം മുഴുവനും മദീനക്ക് എഴുതി തന്നവളാണ്. വന്നവര് ഇസ്ഹാഖ് എന്ന് പറയുന്ന നഫീസത്തിൽ മിസ്രയുടെ ഭർത്താവ് സ്വപ്നം കാണുകയാ. അല്ലാഹുവിന്റെ റസൂൽ ജീവിതം മുഴുവനും എനിക്ക് എഴുതി തന്നവളാ നഫീസ. കുഞ്ഞുനാള് മുതൽ മദീനയോട് മഹബത്താ, റൗദയോട് പ്രേമമാ. അതുകൊണ്ട് ജീവിതം മുഴുവനും എനിക്ക് തന്നു പോയ നഫീസ എവിടെ അടക്കിയാൽ എന്താ ഇസ്ഹാഖ്? ലോകത്തെവിടെ അടക്കിയാൽ അവിടെ മദീനയുടെ മുത്ത്, ലോകത്തെവിടെ കൊണ്ടുവന്നടക്കിയാലും അവിടെ മദീനയുടെ മുത്ത. ഇങ്ങനെ ഒരു വാക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ലോകത്തെ ഒരേ ഒരു മഹിത രത്നമേ ബീവി നഫീസ. മത്സരിക്കണം സഹോദരിമാരെ, കൊതിയോട്, ആർത്തിയോട്, ആഗ്രഹത്തോട് ആത്മീയതയിലേക്ക് യാത്ര ചെല്ലണം സഹോദരിമാരെ. മഗ്‌രിബ് കഴിഞ്ഞാൽ പിന്നെ സീരിയൽ കാണാ, പിന്നെ സിനിമ കാണാ, പിന്നെ കോമഡി കാണാ, പിന്നെ റിയാലിറ്റി ഷോ കാണാ. ആഴ്ച തീരുമ്പോഴേക്ക് മനോരമയുടെ പതിപ്പ് വാങ്ങാൻ കാത്തിരിക്കുന്ന എന്റെ സഹോദരിമാരെ, ഇന്നത്തെ ദിവസം കൊണ്ട് അവസാനിപ്പിക്കുമ്പോഴേ പിശാചിന്റെ ഒരു ഗന്ധവും നമ്മുടെ വീട്ടിന്റെ അകത്ത് വേണ്ട. നഫീസത്തിന്റെ മണം വരട്ടെ, മിസ്റിന്റെ സുഗന്ധം വരട്ടെ. കൊതിക്കണം മോളെ, കൊതിക്കണം മോളെ. അല്ലാഹുവിന്റെ റസൂൽ വന്ന് പറഞ്ഞു കൊടുക്കുന്നു, ഇസ്ഹാഖ്
ഇസ്ഹാഖ് എവിടെ കിടന്ന് മരിച്ചാലെന്താ, എവിടെ കിടന്ന് മരിച്ചാലെന്താ, അവള് മദീനയ്ക്കുള്ളതാണ്. ഇത്രമാത്രം നബിയെ അങ്ങയെ സ്നേഹിച്ചു പോയതുപോലെ നിങ്ങൾക്ക് കഴിയുന്നില്ല നബിയെ, കഴിയുന്നില്ല നബിയെ. 63-ാമത്തെ വയസ്സിൽ മരിക്കാൻ വിധിക്കപ്പെട്ടില്ലേ, മദീനയിൽ വളർന്നില്ലേ, മക്കയിൽ ജനിച്ചില്ലേ, കൊതിയാകുന്ന പടച്ചവരെ, കൊതിയാകുന്ന റബ്ബേ. മദീനയുടെ മണത്തോടുകൂടി നഫീസ ബീവിയെ മിസ്രിലടക്കാ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാ. നെറ്റി ഉണർന്നിട്ട് ഇസ്ഹാഖ് ഓടുകയാണ്. മിസ്രിന്റെ മക്കളെ, മിസ്രിന്റെ മക്കളെ, പ്രവാചകന്മാരുടെ കാൽപ്പാടം കൊണ്ട് പുണ്യമണഞ്ഞു പോരാ ഈജിപ്തിന്റെ മക്കളെ, നിങ്ങളെ ഭാഗ്യവാന്മാരാണ്. ആരാണ് നിങ്ങളെ ഇഷ്ടപ്പെട്ടതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലാ. പോണം ചെറുപ്പക്കാരോ, ആയുസ്സിലൊരു പ്രാവശ്യമെങ്കിലും ഈജിപ്തിലൊന്ന് പോണം പോലെ. ആ ഈജിപ്തില് 4 സ്ഥലങ്ങള് ദുആഇന് ഇജാബത്ത്